ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ്. നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചിക്കനെ നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽസ് ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചച്ചുവ മാറിയിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് നല്ലവണ്ണം വെന്ത് വന്നാൽ നമുക്കിനി നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, ഇത് രണ്ടും കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക വെജിറ്റബിൾസ്. ഇനി ഇതിലേക്ക് റെഡും യെലോവും കാപ്സിക്കം, ആവശ്യത്തിന് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് ചിക്കിയെടുക്കുക. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് സെലറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ വിനെഗറും ആഡ് ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് ഞാൻ ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് വേവിച്ചെടുത്തതാണ്. നല്ലവണ്ണം ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചോറ് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് തവി കൊണ്ട് ഇളക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാനേ പാടുള്ളൂ, ഇല്ലെങ്കിൽ ചോറ് പൊട്ടിപ്പോവും. ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിന് മുകളിൽ മുട്ട ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വിതറി കൊടുക്കുക. സ്പ്രിംഗ് ഓണിയനും എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.